കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്ന എന്നാൽ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും വേണ്ടത്ര ഗൗരവത്തോടെ ചർച്ച ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ മടി കാണിക്കുന്ന അതീവ നിർണായകമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പിഷാരടി എന്ന ജനപ്രതിനിധിയെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്ത പാലക്കാട്ടെ വോട്ടർമാരോട് കേരളീയ സമൂഹം എന്നും കടപ്പാടുള്ളവരായിരിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ രാഷ്ട്രീയ അണിയറകളിൽ സജീവമാകുന്നത്. പരമ്പരാഗതമായ ജനപ്രതിനിധി സങ്കല്പങ്ങളിൽ നിന്നും, അതായത് ആ സങ്കല്പങ്ങളിലെല്ലാം നിന്നും തികച്ചും വ്യത്യസ്തമായി തനിക്ക് ജനങ്ങൾ നൽകിയിരിക്കുന്ന പദവിയെ ഈ നാടിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന കേവലം ഒരു ഹാസ്യതാർത്ഥത്തിനപ്പുറം തൻ്റെ രാഷ്ട്രീയ ജാഗ്രതയിലൂടെ തെളിയിക്കുകയാണ് ഇപ്പോൾ രമേശ് പിഷാരടി. അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ ഇതിന് കൃത്യമായ അടിവരയിടുന്നുമുണ്ട്. ആവശ്യത്തിന് ഹാസ്യമേമ്പൊടിയൊക്കെ ചേർത്ത് തമാശ രൂപേണ ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് CPM-നെ കണക്കറ്റ് പരിഹസിക്കാൻ അദ്ദേഹം മുന്നിലുണ്ടെങ്കിലും, അതായത് CPM-നെ രൂക്ഷമായ രീതിയിൽ എന്നാൽ ഹാസ്യരൂപേണ പരിഹസിക്കുന്ന തരത്തിലാണ് രമേശ് പിഷാരടി സഭയിൽ നിറഞ്ഞ് ആടുന്നത്. ജനങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അത് കൃത്യമായി നിയമസഭയിൽ എത്തിക്കാൻ അദ്ദേഹം കാണിക്കുന്ന ആ വിരുത് ചെറുതൊന്നുമല്ല. UDF തനിക്ക് നൽകിയ, അല്ലെങ്കിൽ കോൺഗ്രസ് തനിക്ക് നൽകിയ ആ ഒരു സ്വീകാര്യത ഇപ്പോൾ ജനങ്ങൾക്ക് അത് കൃത്യമായി നൽകാനാണ് രമേശ് പിഷാരടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ കന്നി പ്രസംഗത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പൊതുസമൂഹത്തിലുള്ള പല തെറ്റിദ്ധാരണകളും തിരുത്താൻ അദ്ദേഹം തയ്യാറായിരുന്നു. ഇന്നിതാ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ തന്നെ പിടിച്ചുലച്ച അതീവ ശ്രദ്ധേയമായ മറ്റൊരു പ്രസംഗമായി അദ്ദേഹം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിയമസഭയിലെ എല്ലാ അംഗങ്ങളും പറയാൻ ആഗ്രഹിച്ച, എന്നാൽ ജനങ്ങൾ എന്ത് പറയും, സോഷ്യൽ മീഡിയ ട്രോളുകൾ വരുമോ എന്ന് ഭയന്നുകൊണ്ടാരും പറയാൻ ധൈര്യപ്പെടാതിരുന്ന ഒരു വിഷയമാണ് പിഷാരടി ധീരതയുടെ സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നിയമസഭാ അംഗങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ സാമ്പത്തിക പ്രയാസങ്ങളെക്കുറിച്ചുള്ള തുറന്ന പറച്ചിലായിരുന്നു. അതൊന്നു കൂടി പറയേണ്ടിയിരിക്കുന്നു. വളരെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ എന്തുകൊണ്ട് MLA-മാരുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ മാറ്റമുണ്ടാകണമെന്ന് അദ്ദേഹം അക്കമിട്ട് നിർത്തുകയും ചെയ്തു. അതീവ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട, ജനപ്രതിനിധികൾക്ക് നൽകേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് പുനർചിന്തനം നടത്തേണ്ട ഒരു പ്രസംഗം കൂടിയാണത്. നിയമസഭയെ സാക്ഷരത്തി പിഷാരടി പറഞ്ഞ ആ വാക്കുകൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് വരാം. ശ്രീ രമേശ് പിഷാരടി, അദ്ദേഹത്തിന് 6 മിനിറ്റ്. സാർ, ഈ ധനകാര്യ ബില്ലിനെ ഞാൻ പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇതിലൂടെ നമ്മൾ ജനങ്ങൾക്കൊരു പുതിയ കേരളമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ആളുകൾ അതിൽ എന്തുമാത്രം വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെയുള്ള എല്ലാ MLA-മാരുടെ ഓഫീസിലും നിയമസഭയിലും ഇപ്പോൾ കാണുന്ന ഈ ഒരു വലിയ തിരക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കുക എന്ന പൊതുപ്രവർത്തകരുടെ ആവശ്യം നടത്തുന്നതിന് അത്യാവശ്യമായ ഒരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിലൊന്ന് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സാർ. ഏകദേശം 71ഓളം പുതിയ MLA-മാരും അത്ര തന്നെ പരിചയസമ്പന്നരായ MLA-മാരും ഉള്ള ഒരു സഭയാണിത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിൽ വലിയ പ്രതീക്ഷയാണ്. പുതിയ ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് കൊണ്ട് ഇതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ പറ്റി ഞാൻ വെറുതെ ഒരു പഠനം നടത്തി. 1 മാസമാകുന്ന സാഹചര്യത്തിൽ ഞാനൊരു അനലിറ്റിക്സ് എടുത്തു. അത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരു MLA ഓഫീസിൽ സാധാരണഗതിയിൽ ഒരു 40 നിവേദനങ്ങൾ ഒരു ദിവസം നമുക്ക് കിട്ടുന്നുണ്ട്. 40 നിവേദനങ്ങൾ. ഈ 40 നിവേദനങ്ങൾ നമ്മൾക്ക് ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ ഏകദേശം 100 ദിവസമാകുമ്പോൾ ഇതിൻ്റെ എണ്ണം 4000 എണ്ണമാണ്. MLA എന്നുള്ള നിലയിൽ നമ്മൾ 5 കൊല്ലമാണ് ഒരു MLA-യുടെ ടേം എങ്കിൽ അത് 365 × 5 1825 ദിവസങ്ങളാണ്. ഈ 1825 ദിവസങ്ങൾ MLA ആയിരിക്കുന്ന ഒരാൾക്ക് 100 ദിവസം കൊണ്ട് 4000 നിവേദനങ്ങൾ കിട്ടുന്നുണ്ട്. ഈ 4000 നിവേദനങ്ങൾ ഞാൻ പറയുന്നത് നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ നേരിട്ട് പറയുന്നതും, വഴിയിൽ കാണുമ്പോൾ പറയുന്നതും, വാട്സപ്പിലൂടെ തരുന്നതും, ഇമെയിലിലൂടെ തരുന്നതും, ഫോണിലൂടെ വിളിച്ചു പറയുന്നതും എല്ലാം ഒഴിവാക്കിയിട്ടാണ് ഈ 4000 നിവേദനങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് പ്രോസസ്സ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ വളരെ സ്പീഡാക്കി കൊടുക്കുമ്പോഴാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാനും അത് കേൾക്കാനും എല്ലാം പറ്റുള്ളൂ. ഇവർ പറയുന്നുണ്ട്, ഇവർ എഴുതി തരുന്നുണ്ട്, അവരെ നമ്മൾ കേൾക്കണം. അപ്പോൾ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ് നമ്മൾക്ക് ഒരാൾക്കുള്ളത് 2 സ്റ്റാഫുകളാണ്. ഇതിൽ ഒരു സ്റ്റാഫിനെ ബഹുഭൂരിപക്ഷ MLA-മാരും ഡ്രൈവർമാരായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. പിന്നീടുള്ളത് ഒരു സ്റ്റാഫും കൂടെയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാഫും MLA എന്നുള്ള നിലയിൽ ഈ കാര്യങ്ങൾ കൂടാതെ നടത്തേണ്ടുന്ന പൊതുകാര്യങ്ങൾ, നിയമസഭയിൽ പങ്കെടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ മാറി നിൽക്കുമ്പോൾ ഇത്രയധികം ഡാറ്റ പ്രോസസ്സ് ചെയ്യുക, ഇത്രയധികം ആളുകളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ജോലിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്ത്യൻ ഓഫീസിൽ ചായ കൊടുക്കാൻ പോയി. ഇപ്പോൾ ആ ചേട്ടൻ ചായ വെച്ചിട്ട് കൈ ഒരൊറ്റ കുട ഉടഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി ചേട്ടാ? ചായ കൊടുത്ത് എൻ്റെ കൈ കഴച്ചു. കാരണം 10 വർഷം ഈച്ചയും പൂച്ചയില്ലായിരുന്ന സ്ഥലമാണ്, ഇപ്പം നിറച്ച ആളാണ് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മുടെ സ്റ്റാഫുള്ള പയ്യനും അതേപോലെ ഓഫീസിൽ നിന്ന് കാണിച്ചു. കുറേ നിവേദനം കൊണ്ടു തന്നിട്ട് അവനും കൈ ഉടഞ്ഞിട്ട് പോവാണ് സാർ. അപ്പോൾ
ജനങ്ങളുടെ ഇത്രയും വരുന്ന ഒരു ആവശ്യം, ഞാനിതിനെ പഠിച്ചു നോക്കിയപ്പോൾ ഇത്രയും 100 ദിവസം കൊണ്ട് 4000 ആകുമ്പോൾ 1890 അത് എത്രയാണ്? അപ്പോൾ അതിനെ പരിഗണിക്കാനും അതിനെ വായിക്കാനും കൃത്യമായ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അയക്കാനും പ്രതിഭാശാലിയായിട്ടുള്ള ഒരാളെ നമുക്ക് നിയോഗിക്കേണ്ടതായിട്ടുണ്ട് എല്ലാ ഓഫീസിലും. അത് MLA സ്റ്റാഫ് എന്നാണ് പറയുന്നതെങ്കിലും അത് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ബഹുഭൂരിപക്ഷം MLA സംസാരിച്ചപ്പോഴും അവരുടെ ആവശ്യങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരിലേക്കൊന്നും നമുക്ക് കൃത്യമായി എത്താൻ, അവരെ പരിഗണിക്കുന്നതിന്, ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നതിനും ആളുകളോട് കൃത്യമായി സംവേദിക്കുന്നതിനുമൊക്കെ ഒരാളെ നിയമിക്കുന്നതിന് അർഹമായ ശമ്പളവും ഒരാളെയും കൂടെ അതിലേക്ക് നിയമിച്ച് തരുന്നതിനും ഒരു നടപടി ഉണ്ടായാൽ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നു. കാരണം നമ്മളെല്ലാം 3ാം ലോക രാഷ്ട്രങ്ങളിൽ ജനിച്ചു ജീവിച്ച ആളുകളാണ്. അവിടെ എല്ലാത്തിനും ഒരു കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള വ്യവസ്ഥയുണ്ട്. ഒരു 1000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 5 പൈപ്പ് ചോറുണ്ണാൻ വിട്ടാൽ ചോറ്റുപാത്രം എങ്ങനെയാലും കുത്തിക്കയറ്റി കൈ കഴുകുക എന്ന് പറയുന്ന തിരക്ക്, ബസ്സിലാണെങ്കിൽ കയറാൻ തിരക്ക്, സീറ്റ് കിട്ടാൻ തിരക്ക്, സീറ്റ് ഇരിക്കാൻ ഒരു പ്രതിഭ വേണം. അങ്ങനെ ഇവനൊരു കല്യാണ വീട്ടിൽ പോലും 11 മണിക്ക് ചോറുണ്ണേണ്ട സമയം അല്ലെങ്കിൽ പോലും തുറന്നു വെക്കുമ്പോൾ ആളുകൾ ഇടിച്ചു കയറുന്നത് ഈ തിരക്കിനോട് പൊരുതിയാണ് 3ാം ലോക രാഷ്ട്രങ്ങളിലുള്ള ആളുകളെല്ലാം ജീവിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ MLA ഓഫീസുകളിലാണെങ്കിലും ഇവിടെയാണെങ്കിലും മന്ത്രിമാരെ കാണാൻ വരുന്നവർക്കാണെങ്കിലും എല്ലാം ചിലർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് കാണാൻ പറ്റാതെ പോകേണ്ടി വന്നാൽ കയ്യൂക്കുള്ള മറ്റാരോ കയറിപ്പോയാൽ അത് അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സാർ. അപ്പോൾ അവരെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മളുടെ സ്റ്റാഫുകളുടെ എണ്ണത്തിൽ ഒരു ചെറിയ വർധനവുണ്ടായിരുന്നെങ്കിൽ, ഒരാളെയെങ്കിലും കൂടുതൽ നിയമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് നന്നായിരുന്നു. ഇത് MLA വേണ്ടി എന്ന് പറയുന്നത് കൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു അസഹിഷ്ണുത തോന്നുന്നത്. അവരാരും വ്യക്തിപരമായ നമ്മുടെ ഒരു സഹായത്തിനുമല്ല, ജനങ്ങളുടെ കാര്യം അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് കൂടെ പരിഗണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് എല്ലാ തരത്തിലും ഈ ധനകാര്യ ബില്ലിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഒരു വലിയ മോട്ടീവ്, നമ്മൾ എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ ബജറ്റ് അവതരിപ്പിച്ചത്, എങ്ങനെയാണോ നമ്മൾ ജനങ്ങളുമായി സംവേദിക്കേണ്ടത്, അവരുടെ ആവശ്യങ്ങൾ ഏതു തരത്തിലെല്ലാമാണ് നമ്മൾ പരിഹരിച്ചു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള എത്തിച്ചേരാൻ അവർ നമ്മളോടൊപ്പം അവർക്ക് വേണ്ട എല്ലാ പരിഗണനയും നമുക്ക് കൊടുക്കാൻ, പ്രത്യേകിച്ച് പാലക്കാടൊക്കെ ഈ ഒരു തരംഗം അത്രയ്ക്ക് ഉണ്ടായിട്ടുള്ള നിയോജക മണ്ഡലങ്ങളല്ല. അപ്പോൾ സമീപത്തുള്ള മണ്ഡലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ഗവൺമെന്റിനെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കാൻ ഒരുപാട് പേര് ഞങ്ങളെപ്പോലുള്ള MLA കാണാനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പാലക്കാടിനും മറ്റു മണ്ഡലങ്ങൾക്കും വേണ്ടി ഇത് പരിഗണിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി പൂർണ്ണമായും ഈ ധനകാര്യ ബില്ലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഒരു പുതിയ കേരളം സമ്മാനിക്കാൻ നമുക്കാകും എന്ന വലിയ പ്രത്യാശയോടുകൂടി നിർത്തട്ടെ സാർ. നന്ദി, താങ്ക് യു. അതെ, പിഷാരടിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. വാസ്തവത്തിലൊരു MLA ശമ്പളം അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമല്ല. 24 മണിക്കൂറും ജനങ്ങൾക്കിടയിൽ പണിയെടുക്കുന്ന ഇവരുടെ ഒരു മാസത്തെ കുറഞ്ഞ ചെലവ് 2.5 മുതൽ 3 ലക്ഷം രൂപ വരെയാണ്. വാഹനത്തിൽ ലഭിക്കുന്ന അലവൻസ് 20,000 രൂപ മാത്രമാണെന്നിരിക്കെ ഇന്ധന ചെലവ് മാത്രം 1.5 ലക്ഷത്തോളം വരുമെന്നാണ് പറയപ്പെടുന്നത്. ആളുകൾ വന്ന് ചികിത്സാ സഹായം ചോദിക്കുമ്പോൾ സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്ത് നൽകേണ്ട സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇവർക്കാകെ ലഭിക്കുന്നത് ഫ്യുവൽ അലവൻസ് അടക്കം 70,000 രൂപ മാത്രമാണ്. TJ വിനോദ് MLA സാലറി സ്ലിപ്പ് പരിശോധിച്ചാൽ അത് നമുക്ക് വ്യക്തമാകും. അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു MLA ശരിക്കുള്ള ബേസിക് പേ എന്ന് പറയുന്നത് വെറും 20,000 രൂപ മാത്രമാണ്. മറ്റ് അലവൻസുകളെല്ലാം കൂട്ടിയാലും ആകെ തുക 70,000 രൂപയാവുകയുള്ളൂ. കൂടാതെ വർഷത്തിൽ 4 ലക്ഷം രൂപ ട്രാവൽ അലവൻസ് അനുവദിക്കാറുണ്ടെങ്കിലും നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാനുള്ള യാത്രകൾക്കായി ഇത് 3-4 മാസം കൊണ്ട് തന്നെ തീർന്നു പോവുകയും ചെയ്യും. മണ്ഡലത്തിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അനുവദിച്ചിരിക്കുന്ന 2 ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം വെറും 20,000 രൂപ മാത്രമാണ്. ആവശ്യത്തിന് പ്രതിഫലം ലഭിക്കാതെ വരുമ്പോൾ ജനപ്രതിനിധികൾ ഒന്നുകിൽ വലിയ കടക്കാരനാകുകയും അല്ലെങ്കിൽ അത് അഴിമതിയിലേക്ക് വഴിമാറുകയും ചെയ്യും. ഈ സാഹചര്യം ഒഴിവാക്കാൻ MLA ശമ്പളം വർദ്ധിപ്പിക്കുകയും അവർക്ക് ആവശ്യത്തിന് ജീവനക്കാരെ അനുവദിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത്. അതുകൊണ്ട് പിഷാരടിയുടെ ഈ ആവശ്യത്തെ അതീവ ഗൗരവത്തോടെ വേണം കാണാനും. അതേസമയം തന്നെ ഖജനാവ് ചോരുന്ന മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ പെൻഷൻ രീതി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ചീഫ് വിപ്പിനും ഡെപ്യൂട്ടി സ്പീക്കർക്കും ക്യാബിനറ്റ് റാങ്കുള്ള മറ്റുള്ളവർക്കും അനാവശ്യമായി 30ഓളം ജീവനക്കാരെ നൽകുന്നത് പുനർചിന്തനത്തിന് വിനിയോഗിക്കുകയും വേണം. അല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് പുനരവലോകനം ചെയ്യുകയും വേണം. കുറയ്ക്കേണ്ടിടത്ത് കുറച്ചും കൂട്ടേണ്ടിടത്ത് കൂട്ടിയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും രമേശ് പിഷാരടി സഭയിൽ എത്തിയത് മുതൽ സഭ വലിയ ആഘോഷങ്ങളിലേക്ക് മാറണം. അതായത് സഭാ ചട്ടങ്ങളെല്ലാം തമാശ രൂപേണ മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ കൃത്യമായി പറയേണ്ടത് കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ പിഷാരടി പറഞ്ഞു വെക്കുന്നുണ്ട്.